ഡെഡിക്കേഷൻപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലെ ഒരു ഈസ്റ്റർ ദിനം കൂടി സമാഗതമായിരിക്കുകയാണ്. ഈസ്റ്ററിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടെടുക്കുക. ദൈവം തന്റെ ഛായയിൽ രൂപപ്പെടുത്തുകയായ മനുഷ്യനെ ഒരു മഹത്വം നഷ്ടപ്പെടുത്തിയിട്ട് നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ അവനെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. മനുഷ്യൻ ചെയ്തു പോയ ആദാമ്യ പാപത്തെ കഴുകിക്കളയുവാൻ തക്കവണ്ണം ദൈവം തന്റെ പുത്രനായ ക്രൂശിന്റെ യാഗമായി തീർന്ന് അവിടുത്തെ തിരുരക്തത്താൽ നമ്മെ കഴുകി വെടിപ്പാക്കി കല്ലറയിൽ നീളാവസ്ഥയിൽ നിന്ന് മാറി ഒരു പുതുജീവന്റെ അനുഭവത്തിലേക്കായി തിരിക. ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ പാപത്തിന്റെയും വിദ്വേഷത്തിന്റെയും പിണക്കത്തിന്റെയും അഹങ്കാരത്തിന്റേതുമായ തീർന്നതകളെ അതിനെ മാറ്റിയിട്ട് പുതുക്കത്തിന്റെ അനുഭവത്തിലേക്കായി തീരുമാനമുള്ള ഒരു ആഹ്വാനം കൂടിയാകും ഈസ്റ്റർ. കല്ലറയിലേക്ക് പോയ ആ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിലാകുന്ന ഈ കല്ല് ആര് നീക്കി തരും എന്നുള്ളതായിരുന്നു. പലപ്പോഴും നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിലെ ആകുലതകളും ഭാരങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ദിനപ്രതി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഉയർത്തുന്ന സന്ദേശം ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. ആ കല്ലിനെ നീക്കി തരുവാൻ, തടസ്സങ്ങളെ മാറ്റുവാൻ, പ്രതിബന്ധങ്ങളെ ഇല്ലാതാക്കുവാൻ, ആകുലതകളെ ഇല്ലാതാക്കുവാൻ ഉയർപ്പ് നൽകുന്ന ആ ഒരു വലിയ പ്രത്യാശയാണ് നമുക്ക് ബലമേകുന്നത്. നമ്മുടെ ജീവിതയാത്രയിൽ ഈ പ്രത്യാശ നിലനിർത്തിക്കൊണ്ട് മുന്നേറുവാൻ നമുക്ക് ഇടയാകട്ടെ. എല്ലാവർക്കും സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും സമാധാനത്തിന്റേതുമായ ഒരു നല്ല ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു.